വണക്കം, വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. മാർക്കറ്റിൽ ഈ ഫ്യൂച്ചർ ബേസ് ചെയ്ത് പറയുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ്. നിഫ്റ്റി ഫ്യൂച്ചർ ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റിയോ ഏത് ഇൻഡെക്സ് ആണെങ്കിലും അതിൻ്റെ ഫ്യൂച്ചർ നോക്കി ലെവൽ പറയുന്നത് വളരെ 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 ചുരുക്കം ആൾക്കാർ മാത്രമേ മാർക്കറ്റിൽ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. ഫ്യൂച്ചർ വളരെ റെയറായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, 1-2 പേര്. എന്തുകൊണ്ടാണ് ഈ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി അല്ല NSE തന്നെ പറയുന്നുണ്ട്. ഇതെന്താണ്? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അല്ലേ, F&O എന്നാണ് NSE തന്നെ നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടില്ല നമ്മൾ ലെവൽ നോക്കേണ്ടത്. സ്പോട്ട് നോക്കണം, പക്ഷേ സ്പോട്ടിന് പ്രസക്തി വളരെ വളരെ കുറവാണ്. ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലെവൽ പറയുന്നത്. അത് 90% നമുക്ക് അക്യുറസി തരുന്നുമുണ്ട്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ കോൺട്രാക്റ്റാണിത്, ഫെബ്രുവരിയുടെ അല്ല, ഇത് കണ്ടിന്യൂഷൻ ചാർട്ടാണിത്. അതിനകത്ത് നിറച്ച് ചാർട്ട് ഇതുണ്ട്. അതായത് ഫെബ്രുവരി കോൺട്രാക്റ്റ്, മാർച്ച് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 2 ദിവസം, മാസം തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 ദിവസം ആ മാസത്തിൻ്റെ കോൺട്രാക്റ്റിലെ ചാർട്ട് നോക്കും. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ചാർട്ട് തന്നെയാണ് ഞാൻ നോക്കാറുള്ളത്. ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒരു ബാലൻസ് മോഡിലാണ് നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നത് അല്ലേ. അതായത് 17-ാം തീയതി തുടങ്ങി 21 ഫെബ്രുവരി 5 ട്രേഡിംഗ് ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് മോഡിലാണ് നിഫ്റ്റി ഫ്യൂച്ചർ കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ IV എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓപ്ഷൻ ചെയിനിൽ കാൾ സൈഡിലുണ്ട്, പുട്ട് സൈഡിലുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ദിവസത്തിലും ഇതിൻ്റെ IV ബൾജ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതായത് എബവ് 15 ആയിരുന്നു. അതായത് ഒരു സൈഡിൽ 18, 19, 20 ആയിരുന്നു. പുട്ട് സൈഡിൽ 20, 22 IV ഉണ്ടായിരുന്നു. ഇന്ന് IV വളരെ കുറഞ്ഞു. 2 സൈഡിലും, ഒരു സൈഡിൽ 10ഉം ഒരു സൈഡിൽ 13ഉം മാത്രമേ ഇന്ന് കാണാൻ പറ്റുന്നുള്ളൂ. ഇതിനെന്താണ് പറയാൻ വരുന്നത് മാർക്കറ്റ് നമ്മുടെ അടുത്ത്? ഇതിനകത്ത് എന്താണ് നടക്കാൻ പോകുന്നത്? അതും ഈ ക്ലോസിങ്, ലാസ്റ്റ് ട്രേഡിംഗ് ദിവസത്തിൻ്റെ ക്ലോസിങ് ലാസ്റ്റ് 5 ദിവസത്തിൻ്റെ ക്ലോസിങ്ങിനേക്കാൾ താഴെയാണ് ക്ലോസിങ് നമുക്ക് തന്നേക്കുന്നത്. സോ ഇവർ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത്? ഇത് ഡയറിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അടുത്ത ട്രേഡിംഗ് ദിവസം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ട്രേഡിംഗ് ഒക്കെ എടുക്കുമ്പം ഇത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ലെവല് വളരെ 148ൻ്റെ റേഞ്ചാണ് നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് കൊടുത്തിരിക്കുന്നത്. 148ൻ്റെ റേഞ്ചാണ്, 148 പോയിൻറ്റ്സിൻ്റെ അപ്പ് അല്ലെങ്കിൽ ഡൗൺ. ഇന്ന് കൊടുത്തിരിക്കുന്നത് മേജറായിട്ട് ഡോമിനൻ്റ് ചെയ്യുന്നത് 22,800ൻ്റെ സ്ട്രാഡിലും കൂടെയാണ്. 22,800ൻ്റെ സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ പ്ലേയേഴ്സിന് അറിയാൻ പറ്റും, എങ്കിലും ഞാനൊരു പെട്ടെന്ന് തന്നെ പറയാം, ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ട്രൈക്ക് 2 സൈഡും വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നതിനാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അതിന് 2 പേരും കൊടുത്തിട്ടുണ്ട്, ലോങ് സ്ട്രാഡിൽ ആൻഡ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 22,800 ഞാൻ കാണുന്നത് 22,800ൻ്റെ പിയും നല്ല ശതമാനമുള്ള ആൾക്കാർ വിറ്റിട്ടുണ്ട്. 22,800ൻ്റെ സിയും ഇവർ വിറ്റിട്ടുണ്ട്. റേഞ്ചും നമുക്ക് 148ആണ്. വീക്ക്ലിയുടെ ഒരു ഡിമാൻഡ് സോൺ 22,660ൻ്റെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് താഴെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട് കിടക്കുന്നത്, വീക്ക്ലി സപ്പോർട്ട് 22,395, 22,400ഒക്കെയാണ് നമുക്ക് താഴോട്ട് കിടക്കുന്നത്. അതേപോലെ ഈ ലെവലിലോട്ടൊക്കെ നിഫ്റ്റി ഇതിനു മുന്നേ എപ്പോൾ വന്നു നിങ്ങൾ പോയി നോക്കൂ. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് ഈ 22,500, 700ൻ്റെ അവിടെയൊക്കെ നിഫ്റ്റി ഫ്യൂച്ചർ വന്നിരിക്കുന്നത്. 2024 ജൂണിലാണ് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻസാണ്. നമ്മൾ ഒരിക്കലും ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകും അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാറില്ല. ലൈവ് മാർക്കറ്റിൽ ടെലഗ്രാം ചാനലിൽ പറ്റാവുന്ന ദിവസം ഇന്ന് എങ്ങോട്ട്, ഇനി അടുത്ത യാത്ര എങ്ങോട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതും നമുക്കൊരു 90% അക്യുറസി തരുന്നുമുണ്ട്. സോ ഈ ലെവൽ നോട്ട് ചെയ്യുക. ഈ ആഴ്ച നല്ല ലാഭകരമായി മാറട്ടെ. നല്ല എൻട്രികളും എക്സിറ്റുകളും എടുത്ത് പ്രോഫിറ്റുകൾ കുന്നുകൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്.
വീണ്ടും കാണാം വേറൊരു വീഡിയോയുമായിട്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.